മിലിറ്ററി ഇൻ്റലിജൻസും ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് ATS ചേർന്ന് സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ്റെ ഫലമായിട്ടാണ് ഇവർ ഇന്നിപ്പോൾ പിടിയിലായിരിക്കുന്നത്. അതും എല്ലാവിധമായ ഈ വ്യാജരേഖകളും അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. നിരവധി പേർക്ക് ഇവർ ഉണ്ടാക്കി വച്ചിരുന്ന വ്യാജരേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ സംഭവം വളരെയധികം ഗൗരവകരമാണ്. ഈ ബംഗ്ലാദേശിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ എത്തുന്ന ആർക്കും ഇവിടത്തേതായ തിരിച്ചറിയൽ രേഖകൾ വളരെ പെട്ടെന്ന് കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ്. ഇത് കൃത്യമായി സൂചിപ്പിക്കുന്നത് ഉദ്യോഗസ്ഥ തലത്തിൽ, സർക്കാർ തലത്തിൽ നിന്നും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വലിയ രീതിയിലുള്ള സഹായങ്ങൾ ഇവർക്ക് ഏതോ തലത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഒരു ഉദ്യോഗസ്ഥ ലോബിയുടെ സഹായമില്ലാതെ ഇത്രയധികം തിരിച്ചറിയൽ രേഖകൾ, അതും ഒറിജിനൽ തിരിച്ചറിയൽ രേഖകൾ ഇവർ ഉണ്ടാക്കിയെടുത്തത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ സംശയത്തിൻ്റെ മുനയിൽ കൊണ്ടു നിർത്തിയിരിക്കുന്നത്. എന്തായാലും ഈ പറഞ്ഞതുപോലെ ATSും MIയും ചേർന്ന് ഇവരെ പിടികൂടി ലോക്കൽ പോലീസിൽ, കൊട്ടാരക്കര പോലീസിൽ ഇവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. തുടർ അന്വേഷണങ്ങൾക്കായി കൊട്ടാരക്കര പോലീസിലേക്കാണ് ഇവരെ എത്തിച്ചിരിക്കുന്നത്. അവിടെ നിന്നും ഇനി മറ്റെന്തെങ്കിലും ഇടപെടലുണ്ടായി ഇവർ പുറത്തു പോകുമോ എന്നുള്ളൊരു ആശങ്ക ഇപ്പോൾ ഉണ്ട്. എന്നാലും ഇത് MI ഒക്കെ റിപ്പോർട്ട് സമർപ്പിച്ച സാഹചര്യത്തിൽ കേന്ദ്രം വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ ഒരു വിഷയത്തെ സമീപിക്കാൻ പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹരി, എന്തായാലും ഇത്തരത്തിൽ അതീവ ഗുരുതരമായിട്ടുള്ള ഒരു എന്താ പറയുക നിർവഹണത്തിലുള്ള ഒരു അലംഭാവം അതിൽ അതിനെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ബംഗ്ലാദേശികളെ ഇവിടെ സ്ഥിരതാമസമാക്കുവാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുമ്പോൾ പല തീവ്രവാദ സംഘടനകളും ഇവരെയാണ് സ്ലീപ്പർ സെല്ലുകളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. രാജ്യത്തെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ ഇവരെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? കഴിഞ്ഞ 15 വർഷക്കാലത്തെ പശ്ചിമ ബംഗാളിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവർ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ഭീകരവാദികൾക്ക്, അതായത് പാകിസ്ഥാൻ ഭീകരവാദികൾക്ക് അവിടുത്തെ റൂട്ട് മേപ്പുകളടക്കം റോഡ് മേപ്പുകളടക്കം ഉള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ സാഹചര്യങ്ങളെക്കുറിച്ചും പറയുകയും അവർക്കിതിൻ്റെ തെളിവുകളടക്കം കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അത്തരത്തിലുള്ള ഒരു പശ്ചാത്തലം ഇവർക്കുണ്ട്.